ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി എയർ ഡ്രോപ്പ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ്. നമുക്ക് വെറും $20 മുടക്കാനായിട്ട് പറ്റുമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ഒരു അടിപൊളി പ്രൊജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ വമ്പൻ എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം ബ്ലാസ്റ്റിൻ്റെ മേലെയാണ് വരുന്നത്. ബ്ലാസ്റ്റ് നെറ്റ്വർക്കിൻ്റെ മേലെ വരുന്ന ഡിസ്ട്രിക്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ എയർ ഡ്രോപ്പിനോടൊപ്പം നമുക്ക് ബ്ലാസ്റ്റിൻ്റെ എയർ ഡ്രോപ്പും അതുപോലെ തന്നെ ഓലെ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രൊജക്റ്റിൻ്റെ എയർ ഡ്രോപ്പും കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ആരും ഇത് മിസ്സാക്കരുത്. വളരെയധികം സിമ്പിളായിട്ട് നമുക്കിതിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അത് മാത്രമല്ല, ഈ ഒരു പ്രൊജക്റ്റിനെ ബാക്ക് ചെയ്യുന്നത് ആരൊക്കെയാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ബൈനാൻസ് ലാബ്സ്, കുക്കോയിൻ, crypto.com ഒക്കെ ബാക്ക് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുമാത്രമല്ല, ഈ ഒരു പ്രൊജക്റ്റിന് ബ്ലാസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം എയർ ഡ്രോപ്പ് കിട്ടുന്നു, അതായത് ബ്ലാസ്റ്റിൻ്റെ കോയിൻസ് എത്രത്തോളം കിട്ടുന്നോ അത് 100% ഇവരുടെ കമ്മ്യൂണിറ്റി യൂസേഴ്സിനാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അതായത് ഇവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കണിൻ്റെ എയർ ഡ്രോപ്പും ഇവർ വീക്കിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ആരും ഇത് ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. ഓലയൊക്കെ ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. സോ മാക്സിമം എല്ലാവരും ഇത് എത്രയും പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മാക്സിമം പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളതെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബ്ലാസ്റ്റ് നെറ്റ്വർക്കിലെ എത്തേറിയം നമ്മുടെ മെറ്റാമാസ്കിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ റൈനോഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിഡ്ജാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ കുറച്ച് ലീനിയ നെറ്റ്വർക്കിൽ എത്തേറിയം ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഗ്യാസ് ഫീസും കാര്യങ്ങളൊക്കെ ഏറ്റവും കുറവ്. സോ ലീനിയ നെറ്റ്വർക്കിൽ നിന്ന് നമ്മൾ ബ്ലാസ്റ്റിലേക്കാണ് ബ്രിഡ്ജ് ചെയ്യുന്നത്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്ക്. ഏകദേശം 0.01 ആണ് ഇവിടെ ബ്രിഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 0.0996 കിട്ടുന്നുണ്ട്. നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 0.0027 ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിൽ ബ്രിഡ്ജ് ചെയ്യുക. അത്രയും മതിയാവും. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്കതിനകത്ത് മറ്റൊരു സ്റ്റേക്കിങ്ങിൻ്റെ ഒരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. അത് കമ്പൽസറി അല്ല. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫണ്ട്സ് നമ്മുടെ റൈനോഫൈൻ്റെ ബ്രിഡ്ജ് വെച്ചിട്ട് ലീനിയയിൽ നിന്ന് ബ്ലാസ്റ്റിലേക്ക് ബ്രിഡ്ജ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ബ്രിഡ്ജിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാസ്റ്റ് നെറ്റ്വർക്കിനെ നമ്മുടെ മെറ്റാമാസ്കിലേക്ക് ആഡ് ചെയ്യുക എന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ chainlist.org എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനുശേഷം നിങ്ങളിവിടെ ബ്ലാസ്റ്റ് എന്ന് സെർച്ച് ചെയ്തിട്ട് അത് ജസ്റ്റ് ആഡ് ടു മെറ്റാമാസ്ക് കൊടുക്കുക. അതിനുശേഷം വരുന്ന ട്രാൻസാക്ഷൻ സൈൻ ഇൻ ചെയ്യാം. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാലറ്റിലേക്ക് ബ്ലാസ്റ്റ് നെറ്റ്വർക്ക് ആഡായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ബ്രിഡ്ജായിട്ട് വന്നിട്ടുള്ള എത്തേറിയത്തിൻ്റെ ബാലൻസ് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഈ ഡിസ്ട്രിക്റ്റ് 1 ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻവൈറ്റ് ഓൺലി പ്ലാറ്റ്ഫോമാണ്. ഇൻവൈറ്റ് ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ എൻ്റെ ഇൻവൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളിവിടെ എന്ത് ചെയ്യാം, ആ ഒരു ലിങ്ക് തുറന്നതിന് ശേഷം നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുകയാണ് വേണ്ടത്. സോ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്നൊരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെയായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഇൻവൈറ്റ് കോഡ് റിഡീം ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കുറച്ചധികം പരിപാടികൾ ചെയ്യാനുണ്ട്. നമുക്ക് ഇവിടെ നമ്മുടെ വാലറ്റിലൊരു സൈൻ ട്രാൻസാക്ഷൻ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ട്വിറ്റർ കണക്ട് ചെയ്യണം. ആദ്യം നമുക്ക് നമ്മുടെ വാലറ്റിലൊരു ട്രാൻസാക്ഷൻ സൈൻ ഇൻ ചെയ്യാം. സോ ജസ്റ്റ് സൈൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മെറ്റാമാസ്കിൽ വരുന്ന ട്രാൻസാക്ഷൻ സൈൻ ഇൻ ചെയ്യാം. ഇനി രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്വിറ്റർ ഇതുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. സോ ജസ്റ്റ് കണക്റ്റ് ട്വിറ്റർ കൊടുക്കുക. അതിനുശേഷം ഓതറൈസ് ആപ്പ് കൊടുക്കുക. നമ്മുടെ ട്വിറ്റർ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസ്ട്രിക്റ്റ് 1 ട്വിറ്ററിൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. സോ ഫോളോ ചെയ്യാം. അതിനുശേഷം മറ്റേ ഇൻ്റർഫേസിലേക്ക് തിരിച്ചു വരാം. ഇനിയാണ് നമുക്ക് എത്തേറിയം ചിലവാകാനായിട്ട് വരുന്നത്. ജോയിൻ ലിങ്ക് അപ്പ് സ്റ്റീലിംഗ് ഗെയിം എന്നുള്ളതിൽ കൊടുക്കുക. അതിന് ഏകദേശം നമുക്ക് 0.005 എത്തേറിയാണ് ചിലവായി വരുന്നത്. ബ്ലാസ്റ്റിൽ ഏകദേശം $20 വർത്തായിട്ടുള്ള എത്തേറിയം നിങ്ങൾക്ക് ഇതിന് ആവശ്യമായിട്ട് വരും. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഫീസാണ് ഇത് ആക്ച്വലി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എയർ ഡ്രോപ്പ് ഇവിടെ ക്ലെയിം ആവാനായിട്ട് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇവരുടെ പോയിന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെംസ് ആണ്. ഇപ്പം ഞാനിവിടെ ക്ലെയിം കൊടുത്തപ്പോൾ എനിക്ക് 1286 ജെംസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജെംസ് കിട്ടിയ വിവരം നമ്മൾ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ബൂസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ നമ്മളത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എത്രത്തോളം ജെംസ് അഡീഷണൽ കിട്ടിയെന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം.
ഏകദേശം 643 ജെംസ് എനിക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം 1929 ജെംസ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ബേസിക്കലി എത്രത്തോളം ജെംസ് കളക്ട് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഈ ഒരു ഡിസ്ട്രിക്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ എയർ ഡ്രോപ്പ് കൂടുതൽ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ ജെംസ് എങ്ങനെ നേടാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ ലൈവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ചാറ്റ് ചെയ്ത് വിടുന്ന കാണാനായിട്ട് പറ്റും. സോ ഈ ചാറ്റ് ചെയ്യുന്ന മെസ്സേജുകൾക്കൊക്കെ നമ്മൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ ലൈക്കിനും 100 ജെംസ് വെച്ച് കിട്ടുന്നതായിരിക്കും. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കൊരു ദിവസം 5 ലൈക്ക് വെച്ച് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് 500 ലൈക്ക് കൊടുത്തുകൊണ്ട് നേടാനായിട്ട് പറ്റും. പക്ഷേ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ മെസ്സേജ് എഴുതിയിട്ടിട്ട് ആ ഒരു മെസ്സേജിന് മറ്റുള്ള ആളുകൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ജെംസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഒരാൾ ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 100 ജെംസ് വെച്ച് കിട്ടും. സോ ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങളെക്കൊണ്ട് എത്രത്തോളം ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ അത്രത്തോളം ടൈം ഇതിൽ മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് വിട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ലൈക്സ് അതിൽ നിന്നും ഏൺ ചെയ്യാനായിട്ട് പറ്റും. ആരുടെയെങ്കിലുമൊക്കെ അയച്ച മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിൽ ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. സോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മാക്സിമം ഏൺ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ നമുക്ക് ധാരാളം ജെംസ് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ജെംസ് ഏൺ ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇവിടെ എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് പോകുന്നത്. ഞാൻ എൻ്റെ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 1-2 ലൈക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഇവിടെ ഉള്ള ജെംസ് ഏകദേശം 700 ജെംസ് ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. സോ നിങ്ങൾ നിരന്തരമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇഷ്ടമാതിരി ജെംസ് നേടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ഏണിങ്സ് നേടാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 0.0032 ബ്ലാസ്റ്റ് എതേറിയം ഇവരുടെ പ്ലാറ്റ്ഫോമിൽ ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100% ബൂസ്റ്റ് കിട്ടുന്നതായിരിക്കും. സോ ഞാൻ എന്തായാലും ഇത് ചെയ്യും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ചെയ്യാത്തത്. തീർച്ചയായിട്ടും ഇതും നമുക്ക് അത്യാവശ്യം എയർ ഡ്രോപ്പ് ബൂസ്റ്റ് തരുന്ന ഒരു പരിപാടി തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താലായിട്ട് മതിയാകും. തീർച്ചയായിട്ടും $20 മുടക്കാൻ ഉണ്ടെങ്കിൽ മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞ ടാസ്കുകൾ ചെയ്തിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത്ര രീതിയിൽ ജെംസ് ഏൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. 0.0032 എതേറിയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു $100-125 വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് മുടക്കാനായിട്ട് പറ്റും എന്ന് കരുതുന്ന ആളുകൾ മാത്രം ചെയ്താലും മതിയാകും. തീർച്ചയായിട്ടും എതേറിയത്തിൻ്റെ പ്രൈസും ഇനി വരുന്ന മാസങ്ങളിൽ മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനും വളരെ രീതിയിലേക്കൊരു നഷ്ടം വരാനുള്ള സാധ്യതയില്ല. നമ്മുടെ പ്രൊഫൈൽ റിവാർഡ് സെക്ഷനിൽ പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ജെംസ് ഏൺ ചെയ്തു കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരും ഈ ഒരു എയർ ഡ്രോപ്പിനെ നിസ്സാരമായിട്ട് കാണരുത്. ഓൾറെഡി ബൈനാൻസ്, കുക്കോയിൻ, crypto.com ബാക്ക് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. മാത്രമല്ല ഇതിൽ നമുക്ക് 3 എയർ ഡ്രോപ്പും കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ഡിസ്ട്രിക്റ്റ് 1ൻ്റെ എയർ ഡ്രോപ്പ്, അതുപോലെ തന്നെ ഒലേ ടോക്കൺസ്, അതുമാത്രമല്ല ബ്ലാസ്റ്റിൻ്റെ ടോക്കൺസും നമുക്ക് കിട്ടുവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ മാക്സിമം നല്ല രീതിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക.